നമസ്കാരം. ആരാണ് ആ സ്പോൺസർ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് തുടർന്ന വിനോദസഞ്ചാര യാത്രയുടെ അജ്ഞാത സ്പോൺസറെ കണ്ടെത്താനുള്ള തിരക്കിലാണ് ഒരു വശത്ത് മാധ്യമങ്ങൾ. സംസ്ഥാനത്തെ നാഥനില്ലാതാക്കി ഉല്ലാസയാത്രയ്ക്ക് പോയ മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കോരിയെറിയുന്ന ആ സ്പോൺസറെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് കേരളം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി ലക്ഷങ്ങൾ ഒരു സ്പോൺസർ വെറുതെ അങ്ങ് ചെലവഴിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ഉപകാരത്തിന് തീർച്ചയായും ഒരു പ്രത്യുപകാരം സ്പോൺസർ ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയോ ചെയ്യും. എന്ത് പരിപാടിയാണേലും സ്പോൺസർക്കും ഒരു നേട്ടമുണ്ടാകണം. ഏത് ബിസിനസ്സുകാരന്റെയും നിലപാടും കാഴ്ചപ്പാടുമാണത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്പോൺസർഷിപ്പിന് പിന്നിലും ഒരു ഡീൽ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ മുഖ്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെക്കുമോ? LDF കൺവീനർ EP ജയരാജനോട് ദല്ലാൽ നന്ദകുമാറിനോടുള്ള ചങ്ങാത്തം വേണ്ടെന്ന് താക്കീത് കൊടുത്ത പിറകെ അജ്ഞാതന്റെ സ്പോൺസർഷിപ്പിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പാർട്ടിക്ക് തന്നെ മാനക്കേടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ വ്യാഴാഴ്ച ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റിയിരിക്കെ ഇതിനെ എന്തെന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്? സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിൽ മുങ്ങിത്തപ്പുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിച്ചു. തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതക്കയത്തിൽ ഭയപ്പാടിലാണ്. വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വേറെ. ഖജനാവ് കാലിയായി ധനമന്ത്രി ദീർഘനിശ്വാസം വിടുന്നു. അടുത്ത മാസം മുതൽ ശമ്പളത്തിനും നിത്യച്ചെലവുകളും എങ്ങനെയെന്നറിയില്ല. പണമില്ലാത്തതിന്റെ ദുരിതത്തിൽ നാടും നാട്ടുകാരും നട്ടം തിരിയുമ്പോഴാണ് മുഖ്യന്റെ ഒരു ഉല്ലാസയാത്ര. സംസ്ഥാനത്തിന്റെ കടുത്ത പ്രതിസന്ധിയെ ഓർത്ത് ആകുലപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പോലും മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ നോക്കി സത്യത്തിൽ ചിരിക്കുകയാണ്. വല്ലാത്ത ചങ്കെന്ന് പറയുകയാണ്. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടാന്ന് വെച്ചാണ് മുഖ്യമന്ത്രിയുടെ 19 ദിവസത്തെ വിദേശ വിനോദസഞ്ചാര യാത്ര. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല പോലും ആർക്കും നൽകിയിട്ടില്ലെന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയവും ഖേദകരവും. ഒരു CPM നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കും. ചെലവിനെ കുറിച്ച് പാർട്ടിയിൽ മടങ്ങിയെത്തുമ്പോൾ വിശദീകരണം നൽകുകയും വേണം. എന്നാൽ പിണറായി വിജയനാവട്ടെ വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണവും പാർട്ടിക്ക് നൽകിയിട്ടില്ല. എല്ലാം അറിഞ്ഞിരുന്നുവെന്ന EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. BJP നേതാക്കളുമായി നടത്തിയ ചർച്ചയിലേറ്റ അടിയുടെ രക്ഷയ്ക്കായി പറഞ്ഞ ഒരു രക്ഷാകവചം മാത്രമാണത്. എന്നാൽ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വായ തുറക്കുന്നില്ല. ഗോവിന്ദന്റെ നാവ് ഉല്ലാസയാത്രയ്ക്ക് പോയ പിണറായിയുടെ ബാഗിനുള്ളിൽ ഇട്ടിരിക്കുകയാണ്. പിണറായി ഇതിനകം 20 വിദേശ യാത്രകളാണ് നടത്തിയത്. ഇതെല്ലാം ഔദ്യോഗികമായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് ആ യാത്രകൾ കൊണ്ട് ചില്ലിക്കാശിന്റെ പ്രയോജനം ഉണ്ടായിട്ടില്ല. യാത്രകളുടെ പ്രയോജനം സംബന്ധിച്ച് ഊതിക്കാച്ചി വീർപ്പിക്കാൻ PR ഏജൻസികൾ പെടാപ്പാടുപെട്ടിട്ടും ഒരു ഫലവും നാടിനും നാട്ടുകാർക്കും ഉണ്ടായിട്ടില്ല. ക്യൂബ, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, USA, UK, UAE, ജർമ്മനി, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു പിണറായി നേരത്തെ ചുറ്റിയടിച്ചിരുന്നത്. ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പോലും ഉണ്ടായില്ല. അജ്ഞാതന്റെ സ്പോൺസർഷിപ്പിൽ ആവുമ്പോൾ ആരുമൊന്നും അറിയേണ്ടെന്ന് കരുതിയാണ് ഇത്തവണത്തെ യാത്രയ്ക്ക് അജ്ഞാതനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വരുമെന്ന ഇളിഭ്യതയിൽ പിണറായി ഒളിച്ചോടിയതാണെന്ന ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട്. രാജ്യത്ത് CPMനുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കാൻ മടിയാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും CPM ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന ഉത്തരേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ നടക്കുമ്പോഴാണ് മുഖ്യന്റെ ഈ ഒളിച്ചോട്ടം. മറ്റ് സംസ്ഥാനങ്ങളിൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഒരേ വേദി പങ്കിട്ട് വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഉണ്ടായിരുന്നാൽ പിണറായിക്കും അവിടെയൊക്കെ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരും. ഇതൊഴിവാക്കാൻ തന്ത്രപൂർവ്വം ഒരുക്കിയ ഒളിച്ചോട്ടമാണ് ഉല്ലാസയാത്ര. നന്ദി.